ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്നെ ഇന്നലെ ബോർഡിങ്ങിലാക്കാൻ വന്ന ഒരു ഡോഗ് കടിച്ചു. അത് പാരൻസിൻ്റെ കയ്യിരുന്നുകൊണ്ട് തന്നെ കടിച്ചത്. അതിന് കാരണം എന്താ അറിയോ? ഹാർനസ് എന്ന് പറയുന്ന സാധനം, ബോഡി ബെൽറ്റ് ഇട്ടിട്ട് വന്നതാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യരുത്, അത് വീട്ടിൽ വെച്ചിട്ട് വരിക എന്ന്. അതിൻ്റെ പർപ്പസ് എന്താണെന്നറിയാമോ? ഡോഗിന് ഏറ്റവും കൂടുതൽ പുള്ളിങ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് എന്തിനാണ്? ഹസ്കി പോലത്തെ ഡോഗൊക്കെ വെച്ചിട്ട് ഐസ് ലെഡ്ജൊക്കെ വലിക്കാനും ലോഡ് വലിക്കാനും പണിയെടുക്കുന്ന സമയത്ത് ഡോഗിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ലോഡ് പുള്ളിയാൻ വേണ്ടിയൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലും ഇന്നിവിടെയും നമ്മളെ കാശ്മീരിലും ഒക്കെ അവിടെ ഡോഗുകളെ ഉപയോഗിച്ച് പണിയെടുപ്പിക്കുന്ന വർക്കിംഗ് ഡോഗ്സിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ ആൾക്കാരെ വിചാരം അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചുറി കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് ഇഞ്ചുറി കുറയ്ക്കാനൊക്കെ തന്നെയാണ്, അത് ഇതുവരെ പണിയെടുക്കുമ്പോൾ. അല്ലാതെ ഡോഗിനെ, അനുസരണമില്ലാത്ത ഡോഗിനെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയായിട്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? കോളർ ബെൽറ്റ് ഇട്ട് ചോക്ക് ചെയിനൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരിക. അതും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, ബോഡി ബെൽറ്റും കൊണ്ട് ദയവ് ഇങ്ങോട്ട് വരരുത്. ഓക്കെ. പിന്നെ ഡോഗ് ബോർഡിങ്ങിന് വേണ്ടിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെയും കൊണ്ട് 3-4 ദിവസം ഇവിടെ കൊണ്ടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരിക, എല്ലാ മാസവും വരിക, അവൻ്റെ വീടായിട്ട് തോന്നിപ്പിക്കുക. ഡോഗ് നമ്മളെ ഒരു വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഡോഗിന് ഒരു 5-6 കൊല്ലം അങ്ങ് പോവും. അപ്പോൾ നിങ്ങൾ ഒരു കൊല്ലം മുമ്പ് ഡോഗ് ബോർഡിങ് നിർത്തി, അന്ന് അവൻ പാവമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. ഇന്ന് വീണ്ടും അത് സ്വഭാവം മാറും. കാരണം അവർ 7 കൊല്ലം, നിങ്ങൾ 7 കൊല്ലം മുമ്പുള്ള നിങ്ങളായിരുന്നോ ഇപ്പോൾ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ 10 കൊല്ലം മുമ്പുള്ള ആളാണോ നിങ്ങൾ എന്നുള്ളത് ചിന്തിക്കുക. അതുകൊണ്ട് പോയാലും പോയില്ലെങ്കിൽ എല്ലാ മാസവും 2 ദിവസം 3 ദിവസം കൊണ്ടാക്കുക. അവർക്കൊരു റിക്രിയേഷൻ ആയിരിക്കും, വെക്കേഷൻ ആയിരിക്കും. ഡോഗിനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കുക. 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോഗിനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ മുതിർന്നവന്മാരൊന്നും നടക്കത്തില്ല. അത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പതുക്കെ മാറാനും പറ്റത്തുള്ളൂ. അവരെ കൂട്ടിലിടാൻ വേണ്ടിയേ പറ്റത്തുള്ളൂ ചിലതിനെയൊക്കെ. അപ്പം ഹാംഫുൾ ആയിട്ടുള്ള ഡോഗ്സുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല ഇവിടെ വരുമ്പോഴത്തേക്കും. നിങ്ങൾ അയ്യോ പാവം പൊത്തം, അവ ഒന്നും ചെയ്യത്തില്ല, പാല് കടിച്ചു കുടിക്കുന്നവനാണ്, വെള്ളം എയറിലാക്കി കുടിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് സ്ട്രോ ഇട്ട് കുടിക്കുന്നവനാണെന്നൊക്കെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കതിന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഡോഗ് ഇവിടെ ആക്കിയിട്ട് പോകുമ്പോഴത്തേക്കും അത്രയും മാത്രം ടെറിട്ടോറിയൽ ആയിരിക്കും, ഡിഫെൻസീവ് ആയിരിക്കും, പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ വന്ന് ഓപ്പണാക്കി വിടുക, ബാക്കി ഡോഗ്സുകളെ മീറ്റ് ചെയ്യിപ്പിക്കുക, ലീഷ് ചെയ്ത് വാക്ക് ചെയ്യിപ്പിക്കുക. അത് ഇവിടെയും തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലീഷ് ചെയ്ത് വാക്ക് ചെയ്യിപ്പിച്ച് ഡോഗുകളെ കടിക്കാനുള്ളതിൽ മനുഷ്യന് ഇൻട്രാക്ഷനും ഒക്കെ കൊടുക്കുക. അല്ലാണ്ട് കൂട്ടിൻ്റെ അകത്ത് ഇടുന്നില്ല, ബെൽറ്റ് ഇടുന്നില്ല, ഞാൻ അയ്യോ പാവം എൻ്റെ ചക്കരയാണ് മോനാണെന്നും പറഞ്ഞ് വീട്ടിൽ വളർത്തുന്ന ഡോഗ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിലിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവരണ്ട. അങ്ങനെ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയായിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ട്രെയിൻഡ് ആവുക. യൂട്യൂബിൽ വീഡിയോ കണ്ട് പഠിക്കുക. എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളും കണ്ട് പഠിക്കുക. അല്ലാണ്ട് 10,000-40,000 50,000 രൂപയ്ക്ക് ഡോഗും വാങ്ങിച്ചിട്ട് മാസം ഒരു 2,000 രൂപ അവന് 3 ദിവസം ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിടുക. അങ്ങനത്തെ ബോർഡിംഗ് സെൻറ്ററിന് വേണ്ടിയിട്ട് പോവുക. അങ്ങനത്തെ ബോർഡിംഗ് സെൻറ്റർ നമുക്ക് വേണമെങ്കിൽ പൂട്ടിയിടാം. ഡേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പൂട്ടിയിടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുകയാണ്. അല്ലാണ്ട് ഇങ്ങനെ എന്താണ് ഷുഗർ കോട്ട് ചെയ്ത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ചോക്ക് ചെയിൻ ഉപയോഗിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ചോക്ക് ചെയിൻ ഉപയോഗിക്കേണ്ട അവസ്ഥയിലോ. അല്ലാതെ ഡേഞ്ചർ ഒരു റോട്ട് വീലർ അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ ബുള്ളിക്കുത്ത, കാനിക്കോഴ്സോ, റോട്ട് വീലർ ഇതേപോലത്തെ വലിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും സ്കൂൾ ബെൽറ്റ് പോലത്തെ ബോഡി ബെൽറ്റ് ഒരു വലിച്ചാൽ പൊട്ടിപ്പോകുന്നത് ഇട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അതിവിടെ കൊണ്ടുവന്ന് നമുക്കും ഹാംഫുൾ ആക്കി വേറെ ഡോഗ്സിനെ ഹാംഫുൾ ആക്കിയിട്ടുള്ളത് കൊണ്ടുവരണ്ട. ചോക്ക് ചെയിൻ ഇട്ടിട്ട് കൊണ്ടുവരാൻ പറ്റുന്നവർ മാത്രം കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ അതിട്ടിട്ട് കൊണ്ടുവരിക. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുസരണമാണ്. ഇവിടെ ഇരി എന്ന് പറഞ്ഞാൽ ഇരിക്കുകയും കമ്മെന്ന് പറഞ്ഞാൽ വരികയും ചെയ്യുന്ന ഡോഗാണെന്നുണ്ടെങ്കിൽ ഓക്കെ. എന്നാലും പാടില്ല. നമുക്ക് കൊണ്ടുപോയിട്ട് ഇതിന് ബെൽറ്റിടായിട്ട് നമുക്ക് ലീഷ് ഇട്ടിട്ട് വിട്ടയ്ക്കാനേ പറ്റത്തുള്ളൂ. ഓഫ് ലീഷ് ചെയ്യുമ്പോഴത്തേക്കും ഓഫ് ലീഷാണ്. ലീഷ് ഇടത്തില്ല എന്നല്ല, ലീഷ് ഇട്ടേക്കുന്നത് കയ്യിൽ നിന്ന് വിട്ടുന്നു. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ലീഷ് പിടിക്കാൻ പറ്റുന്നു. ലീഷ് നമ്മൾ ഊരത്തില്ല. ലീഷ് അവിടെ തന്നെ കിടക്കുകയായിരിക്കും. ലീഷ് കൊണ്ടായിരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്ക് അറിഞ്ഞുള്ളത് ഡോഗിൻ്റെ അടുത്ത് പോയിട്ട് ലീഷ് കഴുത്തിലൊന്നും പിടിച്ച് ലീഷ് ഇടാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് വെച്ച് കടിച്ചു തരും. മനസ്സിലാക്കുക. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബാണ്. പല ഡോഗ് പല സിറ്റുവേഷനിൽ നിന്ന് പല ക്യാരക്ടറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാത്തിനെയും കൊണ്ടുവന്ന് ചുമ്മാ തുറന്നു വിടുന്നതല്ല ഓഫ് ലീഷിങ്ങും കേജ് ഫ്രീ എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗിനെ അങ്ങനെ കെയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഓഫ് ലീഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ട്രെയിൻ ആക്കുക. ഈ സ്ഥലം അവരുടെ ഹോമാക്കി മാറ്റുക. അടുത്ത വർഷം ഞങ്ങൾ പറയുന്നുണ്ടോ, എല്ലാ വർഷവും ഡോഗിൻ്റെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ട്, ഒരു കൊല്ലത്തിൽ 7 കൊല്ലം 6 കൊല്ലം 5 കൊല്ലം മിനിമം ഡോഗിന് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കണ്ട ഡോഗല്ല. അപ്പം കഴിഞ്ഞ ജൂണിൽ അവൻ നിന്നപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അവ ആരെയും കടിച്ചില്ല. അന്ന് അവൻ്റെ വയസ്സ് 1, ഇന്ന് അവൻ്റെ വയസ്സ് 2. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ അവൻ പല ക്യാരക്ടർ അവൻ്റെ ബ്രെയിനിൽ ഇംപ്രിൻ്റായി പോയി കഴിഞ്ഞു.
പപ്പി ആയിരിക്കുമ്പോഴത്തേക്ക് ആരെയും കടിച്ചില്ല, വീട്ടിലാരെയും കടിച്ചിട്ടില്ല. വീട്ടിലാരെയും കടിക്കൂല. വീട്ടിൽ നിങ്ങളെ കടിക്കാൻ വേണ്ടിയൊന്നുമല്ല പട്ടി ജീവിക്കുന്നത്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അടുത്ത് വരുന്ന വേറെ ആരെങ്കിലും കടിക്കാൻ വേണ്ടിയാണ് പട്ടി പ്രോഗ്രാമാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പട്ടി കടിക്കത്തില്ല. നിങ്ങളെ കടിക്കാത്ത പട്ടി അല്ല സോഷ്യൽ പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ പട്ടി ആരെയും കടിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, നിങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീട്ടിലുള്ള 5 പേരെ കടിച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പട്ടി ആരെയും കടിക്കില്ല എന്നല്ല. പട്ടിയെ സ്നേഹം കൊടുത്ത് വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഇടത്തില്ല, ലീഷ് ഇടത്തില്ല, കോളർ ഇടത്തില്ല എന്നുള്ളതല്ല, കൂട്ടിലിടത്തില്ല. പട്ടീനെ കൂട്ടിൽ കയറാൻ പറഞ്ഞാൽ പട്ടി കൂട്ടി കയറണം. പട്ടിക്ക് ഒരു എല്ലും കഷ്ണം കിട്ടി അതും കൊണ്ട് കൂട്ടി കയറി പോയിരുന്ന് അവന് മര്യാദ കഴിക്കാൻ പറ്റണം. അവനൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കൂട്ടിൽ മാറി നിരുന്ന് അവൻ അവിടെ ഇരിക്കാൻ പറ്റണം. അവൻ്റെ പേഴ്സണൽ സ്പേസാണ്. നിങ്ങൾക്ക് മുറിയില്ല, നിങ്ങൾക്ക് ഹാളിലേ നിങ്ങൾ കിടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റൂ. നിങ്ങൾക്ക് മുറി വേണ്ട, നിങ്ങൾ എന്തിനാണ് മുറി? നിങ്ങൾക്ക് മുറി വേണ്ട, നിങ്ങൾക്ക് മുറിയുടെ ആവശ്യം എന്തിന്? നിങ്ങൾ ഹാളിൽ കിടന്നു, ഞാൻ തുറന്നല്ലേ വിട്ടേക്കണം, നിങ്ങൾ തുറന്ന് കിടക്കുമോ? നിങ്ങൾ ഇത് ഹാളിൽ അപ്പി കിട്ടോ? നിങ്ങൾക്ക് സെക്സ് ചെയ്യണമെങ്കിൽ ഹാളിൽ എല്ലാവരും മുമ്പ് സെക്സ് ചെയ്യൂ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസ് വേണം, ഒരു പ്രൈവസി വേണം. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഒരു സ്ഥലം ആ ഡോഗിന് ഉണ്ടാവണം. അവന് പോയി കിടക്കാൻ, റെസ്റ്റ് എടുക്കാൻ, വയ്യാത്ത പോയി ഇരിക്കാൻ, അവന് ടോയുമായിട്ട് പോയി ഇരിക്കാൻ, ച്യൂവബിളായിട്ടുള്ള ടോയ് കിട്ടിയാൽ പോയി ഇരിക്കാൻ, ഒരു ബോണ് കിട്ടിയാൽ കൊണ്ട് വെക്കാൻ, അവന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ മാറി നിൽക്കാൻ, വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ കൂട്ടിക്കയറ് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കയറി ഇരിക്കാൻ. അവർക്കും പേടിയാ, ചുമ്മാ തുറന്നു വിട്ടിട്ട് നീ പട്ടി ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ കയറി വന്നു ഒന്നും ചെയ്തില്ല, പട്ടി വെച്ച് കടിച്ചു കൊടുക്കും എന്നാണെന്നൊന്നും ഇരിക്കില്ല. പിന്നെ ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ തലയിൽ നിന്ന് തൊടാനും പോകരുത്, തൊടാനേ പോകരുത്. പട്ടി വന്ന് മണപ്പിച്ച് നമ്മൾ ഈസിയായിട്ട് അവിടെ നിൽക്കുക. ഒരു പട്ടീനെ പെറ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചുമ്മാ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അയ്യോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ പട്ടിനെ വെച്ച് കടിച്ചു കൊടുക്കും. എപ്പോഴാണ് സ്വഭാവം മാറുന്നത്, ഏത് കാര്യത്തിലാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പല ഡോഗുകളെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ആകപ്പാടെ ഒരു ഡോഗിനെയും കണ്ടിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു ഡോഗിനെ 5-6 കൊല്ലം വളർത്തിയിട്ട് 6ാം കൊല്ലം ബോർഡിങ്ങിന് കൊണ്ടാക്കിയിട്ട് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ബാക്കി പട്ടീനെയും കടിച്ച് കൊല്ലാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരിക, അങ്ങനെ ആക്കി എടുക്കുക. ഓക്കെ, ബൈ. വേറെ വീഡിയോ കാണാം.